നമ്മളെ വീടിലേക്ക് സ്വാഗതം. 1.5 കിലോമീറ്റർ ഉണ്ട് ഈ തണല്. വാ, ഒന്ന് കിട്ടിയ പിന്നെ അത് ഇപ്പൊ ഡ്രസ്സായാലും ഇതായാലും പെട്ടെന്ന് നമുക്ക് നോക്കണം. അടിപൊളി അത്ര അടിപൊളിയാ, അതൊക്കെ അത്ര അടിപൊളിയല്ല. പോട്ട് പോവാ പേടിയായി. ഹലോ ഗൈസ്, നമ്മളെ വീട്ടിലേക്ക് സ്വാഗതം. അപ്പൊ ഗൈസ്, നമ്മളെ പെരുന്നാളിന്റെ ഹോളിഡേസ് നമ്മൾ ആഘോഷിക്കാൻ വേണ്ടി അപ്പൊ നമ്മള് ഈദ് ഹോളിഡേ നമ്മള് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഫസ്റ്റ് നമ്മള് പോകുന്ന കാര്യമാണ് ഇൻസ്റ്റാഗ്രാമിൽ റീലൊക്കെ കണ്ടിട്ട് പോകുന്നതാണ്. ബാക്കി വിശേഷങ്ങൾ വഴിയേ കാണാം. ഹലോ ഗൈസ്, എവിടെ? നമ്മളെ വീടിലേക്ക് സ്വാഗതം. നമ്മള് മുമ്പിലായി പോയി, ഇല്ലെങ്കിൽ നിങ്ങളെ കാണുമ്പോ നമുക്ക് കിട്ടും. പക്ഷെ ഇത് കാണുമ്പോൾ നമുക്ക് ചെറുങ്ങനെ അസൂയ ഉണ്ടെങ്കിലും ഇല്ല. പക്ഷെ നമ്മളെ മുമ്പ് എടുത്ത് സാധാരണ ഫ്രണ്ടിലായോണ്ട് നമുക്ക് അങ്ങനെ നമ്മൾ ഫ്രണ്ടിലാണ് ഓടിക്കുന്നതുകൊണ്ട് ഫ്രണ്ട് ഇരുത്താൻ പറ്റില്ല, ഫൈനൽ ഇടാം. അതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടു. നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തോ, നമുക്ക് അത്രയുള്ള കുശുമ്പൊന്നും ഇല്ല, അങ്ങനൊന്നും ഇല്ല. നമ്മളിപ്പോ നാട്ടിലെ ഹെയർ പിൻ വളവ് എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ വളവാണ്. ഫുള്ള് വളഞ്ഞും വരുമ്പോ പ്രശ്നമില്ല. ഇതിപ്പോ സ്പീഡ് മറ്റു 100 നോക്കിയിട്ടുണ്ടായിരുന്നു, ഇപ്പൊ വെറും 60 വണ്ടിയൊന്നും മുന്നേ അങ്ങനൊന്നുമില്ല. കൊണ്ടുപോകും. നാട്ടിലാണെങ്കിൽ മലനിരയാണ്, പച്ചപ്പില്ല മലനിരയായിരിക്കും. ഇവിടെ പച്ചപ്പില്ലാത്ത മലനിര, അത്രേ ഉള്ളൂ. ഇവിടെ കല്ല് മലനിര അത്രേ ഉള്ളൂ. ബാക്കിയൊക്കെ നമ്മളിങ്ങനെ തണലിലേക്ക് കയറാൻ നോക്കാം. അൽ റൌഫ് ടണൽ, മനസ്സിലായി? 1.5 കിലോമീറ്റർ ഉണ്ട് ഈ തണല്. വാ, സെറ്റപ്പ് നോക്കിയായിട്ട് നിങ്ങള് 1.5 കിലോമീറ്റർ. അതായത് ഇപ്പം കണ്ട മലയില്ല, അതിൻ്റെ ഉള്ളിലേക്ക് കൂടെ നമ്മൾ അപ്പുറത്ത് പോകുന്ന വേണ്ടിയിട്ട്. കാഴ്ച ഞങ്ങളിങ്ങനെ വാഡി ഷീസ് എത്തിയിട്ടുണ്ട്. സോ ഇവിടെ ഫുള്ള് കുന്ന് കണ്ട സ്ഥലം. സോ നമ്മളിതാ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ചേച്ചി ഇങ്ങോട്ടേക്ക് ഈ സ്റ്റാർട്ടഡ് അവർ ഇവിടെ 3 മണിയാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വെയിലുമുണ്ട്, നല്ല ചൂടുമുണ്ട്. ഇതാണ് നിങ്ങൾ, ഇതൊക്കെ വെള്ളം ഒലിച്ചു വരുന്ന സ്ഥലമാണ്. സോ ഇപ്പോൾ വേനൽ ചൂടായതുകൊണ്ട് വെള്ളവും ഇല്ല, ഒന്നുമില്ല. ചെറിയ രീതിയിലൊരു നീർച്ചാലുണ്ട്, അത് മാത്രമേ ഉള്ളൂ. പക്ഷേ കുറച്ച് കയറിയിട്ടുണ്ട്. അത്യാവശ്യം എല്ലാവർക്കും നല്ലോണം കൊതപ്പിളകിയിട്ടുണ്ട് അല്ലേ ഗൈസ്? പക്ഷേ മുകളിലെത്തിയിട്ടുണ്ട്. കുറേ വീടും കാര്യങ്ങളെല്ലാം കാണുന്നുണ്ട്. ഓക്കെ, വീട്ടിലേക്ക് അങ്ങനെ നമ്മൾ ചോദിച്ചിട്ടുണ്ട്. പുള്ളി വെക്കാൻ കുറച്ച് വഴി പറഞ്ഞു കാരണം നമ്മൾ മാത്രമേ മുകളിലുള്ളൂ, അപ്പോൾ നമുക്കറിയില്ല വഴിയൊന്നും. സോ ആ പുള്ളി ഹെൽപ്പ് ചെയ്യാറുണ്ട്. പക്ഷെ ഇന്ത്യ ആയതുകൊണ്ട് ചേർത്ത് ആ പുള്ളിക്കൂടെ കാര്യങ്ങളൊന്നും ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. നമ്മളാ പുള്ളിൻ്റെ തന്നെ നടക്കുന്നത്. കുറച്ച് വെള്ളം ഉണ്ടെന്നാ പുള്ളി പറയുന്നത്. ഈ വണ്ടിയൊക്കെ കയറിയിട്ടുണ്ട്. ഇതെങ്ങനെയാണ് കയറിയമ്മോ? അപ്പോൾ എല്ലാം വറക്ക് കിടക്കുക, സെറ്റായി വരണം. അത്ര റെഡിയല്ലോ. ഇതേണ്ട നാട്ടിലുണ്ടാകുന്ന തോട്ടം പോലെ ഇല്ലേ, കുന്നിൻ്റെ മുകളിലില്ലേ നമ്മൾ. നമുക്ക് നല്ല തണലും തണുപ്പെല്ലാം ഉണ്ട് വെയിലിന്. ആണോ ഇവരിവിടെ കൃഷിക്ക് വേണ്ടിയിട്ട് ആവശ്യത്തിന് വെള്ളം എടുക്കുന്ന വന്നിട്ട് ഇടുന്നു. മീനെല്ലാം ഉണ്ട് ഇതിനകത്ത്. ഓക്കെ, കുഞ്ഞു മീനെല്ലാം ഉണ്ട്. നമ്മളൊന്ന് വെള്ളം കണ്ടു കഴിഞ്ഞാൽ അപ്പത്തേക്ക് ട്രക്കിങ് സൂപ്പർ ആയില്ല. നമ്മളത് വെള്ളം കണ്ടു കഴിഞ്ഞാൽ അപ്പത്തേക്ക് കൂടെ വന്ന് എങ്ങനെ കാണുമ്പോണ്ടായി, വഴി കാണിച്ചിരുന്നു എങ്ങനെ കാണുമ്പോണ്ടായി. ഞാൻ വീഡിയോ എടുത്ത് നടന്നിട്ട് വെള്ളത്തിൽ കൊണ്ടിട്ട് സൂപ്പർ ആവുകയാണ്.
അടുത്ത് ബായി പിടിക്കുന്നുണ്ട്. ഇത് തന്നെയാവുന്ന വഴി. ഇവിടെ 2 വഴിയുണ്ട് കൈസ്. പെട്ടു, എങ്ങോട്ട് പോകണമെന്ന് തിരിയുന്നില്ല. ഇതിലെ ബോർഡ് വെള്ളത്തിന്റെ ഒച്ച വെക്കുന്നുണ്ട് ഇങ്ങനെ. ഓക്കെ, ഒച്ച കേട്ടത് എന്തോ വലിയ വാട്ടർഫോൾസ് ഞാൻ വിചാരിച്ചേ. ഇത് നോക്കൂ ഗൈസ്, ഇതാണ് ഇതിന്റെ ഒച്ചയാണ് നമ്മൾ കേട്ടത്. നല്ല പ്രഷറിൽ വരുന്നതുകൊണ്ടാണ് ഈ സൗണ്ട്. കണ്ടോ ഗൈസ്, നമ്മൾ ഏകദേശം താഴെത്താനായി. ആക്ച്വലി ഇവിടെ ശരിക്കും വെള്ളത്തിന്റെ സംഭവം ഉണ്ടായിരുന്നു അല്ലേ? വെള്ളത്തിന്റെ സംഭവം ഉണ്ട്. അത് ക്ലോസ് ആക്കിയിട്ടാണല്ലേ പറഞ്ഞേ? ആ, അപ്പോൾ അത് പോലീസുകാരൻ വന്ന് ക്ലോസ് ആക്കി. എന്തോ അടിയും പിടിയും കാര്യങ്ങളെല്ലാം ആയതുകൊണ്ട് അത് ക്ലോസ് ആക്കിയെന്ന് പറഞ്ഞു. ഗൈസ്, ഇതാണ് ശ്രുതി പറഞ്ഞ വാട്ടർഫോൾ. നോക്കൂ, ഇത് കുപ്പായത്തിലേക്ക് കൂടെ എഴുതിയ. നമ്മൾ ഒരു നിമിഷം നാട്ടിലാണോ സംശയിച്ചു പോകുന്നു. വാഴ, തെങ്ങ്, മാവ്, തെങ്ങുണ്ട്, വാഴയുണ്ട്, നാരങ്ങയുണ്ട്, പനിയുണ്ട്. നമ്മൾ ദുബായി തന്നെയല്ലേ ഇല്ലേ? യെസ്, നാട്ടിലെ പോലെയുണ്ട് കഴിച്ച്. അങ്ങനെയാണ് അടുത്ത ഷീ പാർക്കിലേക്ക് തൊട്ടിപ്പുറത്ത് തന്നെയാണ് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ വിശക്കുന്നതുകൊണ്ട് ഇങ്ങനെ സാധനം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നിന്നെയാണ്. അപ്പോൾ ഇവിടെ ഫ്രൂട്ട്സിൻ്റെ കണ്ടിട്ട് മാങ്ങയും പിന്നെ വാങ്ങിയച്ച് നമ്മൾ മൾബറിയാ മാങ്ങിയും മൾബറി നമ്മൾ വാങ്ങിയിട്ടുണ്ട്. എല്ലാം ടേസ്റ്റ് നോക്കാൻ തരുന്നുണ്ട്. ചേച്ചീൻ്റെ പേപ്പർ കണ്ടതാ. ഒന്ന് കിട്ടിയ പിന്നെ അത് ഇപ്പോൾ ഡ്രസ്സായാലും ഇതായാലും പെട്ടെന്ന് നമുക്ക് നോക്കണം. വർഷത്തേക്ക് എല്ലാ സാവധാനവും കഴിച്ചോട് വേഗം. കഴിച്ചാൻ പെട്ടിരിക്കുന്നു. കഴിച്ച് നമ്മളവിടെ ഫ്രൂട്ട്സ് ഒക്കെ മേടിക്കുന്നവർ പറഞ്ഞു കോഫർ ഖാനിൽ പോയാൽ നല്ല ഹോട്ടൽസ് കിട്ടും ഫുഡ് കഴിക്കാൻ. സോ നമ്മൾ അങ്ങോട്ട് പോവാ. നമ്മൾ സെക്കൻഡ് ആണ് എന്തുകാണല്ല അൽ ഗസീർ ടണൽ പേര് കൊടുത്തില്ലേ ഇവര് കഴിക്കാൻ വേണ്ടി. ഒരു കോർഫക്കാൻ അല്ലേ? ബീച്ചിന്റെ അടുത്തുള്ള കോർഫക്കാൻ ബീച്ചിന്റെ അടുത്തുള്ള ഒരു റെസ്റ്റോറന്റ് കയറി. ഒരു മലയാളി റെസ്റ്റോറന്റ്. ബീച്ചിലേക്ക് എത്തിയിട്ടുണ്ട്. ഹാപ്പിനോക്കെ ഹാപ്പിയാ? ആ ശരി, ഹാപ്പിയാണ്. വെള്ളം കണ്ടാ പിന്നെ നമ്മളെ ഹാപ്പിയാവല്ല. കളിയെല്ലാം നോക്ക്. അപ്പുറം ഇപ്പുറം മല, അതിന് നടുക്കാണ് കടല്. ഫുള്ള് ബോട്ട് എല്ലാം ഉണ്ട്. ഈ പുള്ളി ചോദിക്കാം ബോട്ടിൽ പോണോ? ഒരു ഷാർക്ക് ഐലൻഡ് സംഭവം ഉണ്ട്, അവിടത്തേക്ക് പോയിട്ട് തിരിച്ചു വരാൻ വേണ്ടിയിട്ടാണ്. ബോട്ട് ജമ്പ സ്പീഡ് പോലെ, ജമ്പ സ്പീഡാണ്. ഓ മൈ ഗോഡ്, ബോട്ട് പറക്കുന്നു. ഡ്രൈവർ ഒടുക്കത്തെ സ്പീഡാണ്. സ്ലോ ചെയ്യാൻ പറ്റും, പുള്ളി സ്ലോ ചെയ്യുന്നില്ല. ഗൈസ് മത്സരം മത്സരം എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? കണ്ണാർത്തിന് പോകണം. കരിയാണ് ഗൈസ്. ഒടുക്കത്തെ പോകയോ പോകുന്നു. സ്പീഡ് കുറക്കാൻ പറ്റുമോ? കുറച്ചൊന്നുമില്ല. തിരിച്ചു പോകുമ്പോ നമ്മള് ഫ്രണ്ട് സൈഡിലായി. പറക്കൊന്ന് ഗൈസ്, പറക്കൊന്ന് നമ്മള്. അതിന് സ്പീഡല്ലേ? ഓഹോ,
അടിപൊളിയാ അത്ര അടിപൊളിയാ അതൊക്കെ അത്ര അടിപൊളിയാണ് വണ്ടി പോകുന്നതാ അങ്ങനെ നമ്മള് ബോട്ടിംഗ് എല്ലാം കഴിഞ്ഞ് അടിപൊളി ബോട്ടിന്നല്ല ബോട്ട് പറന്നല്ല ചിപ്പു എന്തുണ്ടായിരുന്നു എക്സ്പീരിയൻസ് പറന്ന് വന്നു കുറച്ച് നല്ലോണം പേടിച്ച് പറക്കുമ്പോൾ നമ്മളെന്തെങ്കിലും എടുത്ത് പറഞ്ഞ വെള്ളം നമ്മൾ തെറിക്കുന്നത് സ്പ്രേ പെയിന്റ് പോലെ അടിക്കുന്നത് വെള്ളം അമ്മ സ്പീഡ് കൊണ്ടു അടിപൊളിയായിരുന്നു പക്ഷെ എന്നാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എവിടെ പോണം മുമ്പത്ത് കളിക്കണ ബോട്ട് പോണ്ടല്ലേ മുമ്പത്ത് കളിക്കാൻ പോണാ ബോട്ട് പോവാ മുമ്പത്ത് കളിക്കാതാ നല്ലത് കുട്ടിക്ക് നല്ലോണം പേടിയായി കാരണം അമ്മാതിരി പറക്കലേ നമ്മക്ക് തന്നെ പേടിയായി പോയി. ഇപ്പൊ ബീച്ചിൽ ഇറങ്ങിയിട്ടുണ്ട്. സിയക്ക് ബീച്ചിലിറങ്ങുന്ന ഭയങ്കര ഇതാ എല്ലാം എൻ്റെ ടീഷർട്ടാണ്. അച്ഛൻ്റെ ടീഷർട്ട് ഓളിട്ടിട്ടുണ്ട്, എൻ്റെ ടീഷർട്ട് ചിപ്പൂട്ടിട്ടുണ്ട്. ഇതാ കളിക്കുന്നുണ്ട്. ഇതാ സിയ ഹാപ്പി. ഓക്കെ ഗൈസ്, നമ്മളപ്പോൾ കുറച്ച് സമയം വെള്ളത്തിൽ കളിച്ചിട്ട് നമുക്ക് കുറച്ചൊരു കാണാം. അപ്പോൾ ഗൈസ് നമ്മളിതാ ബീച്ചിൽ നിന്ന് ഇറങ്ങി തണുപ്പ് വെള്ളത്തിനാണ് ഒട്ടുക്കത്തെ തണുപ്പ് ഐസ് പോലെ പിന്നെ നല്ല ആൾക്കാരും. അപ്പോൾ എങ്ങനെ ഇവരെങ്ങനെ രണ്ടാൾക്കാർ മാറ്റി ഞാനിവരും ഷർട്ട് മാത്രം ദിവസം ദിവസം എടുത്തേക്കാം കാരണം അവിടെ അത്രയൊക്കെ തിരക്കാം, ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷൻ ഡാം കൊണ്ട് പോകുന്ന വഴിക്ക് ബോട്ട് പൊളിയായിരുന്നു, പൈസ മുതലായി. അപ്പോൾ പോകുന്ന വഴിക്ക് ഒരു ഡാമുണ്ട്, അപ്പോൾ അവിടെ ഒന്ന് കയറണം. ഇപ്പോൾ ആൾക്കാർ ബോട്ടിൽ പോകുന്നുണ്ടോ ഉണ്ട് ഫുള്ള്. സമയം 7 മണി കഴിഞ്ഞു, 7:30 ആവാനായി. 7:30 ഏകദേശം കണ്ട ആൾക്കാർ കണ്ടിപ്പോൾ ഇവിടെ നല്ല പാർക്ക് ഉണ്ട്. ഉറങ്ങുന്ന കുട്ടി ചാടി എണീച്ച് പോണ്ടല്ലേ വീട്ടിൽ പോകാൻ പറ്റും, സൈഡിൽ പോകണ്ട. ഐസ്ക്രീം ആണോ? നമുക്ക് പോയി നോക്കാം. സ്ലൈഡ് ചെയ്യാം, ഉറക്കത്തിന് എണീച്ച പാട് സ്ലൈഡ്. ഇതാണ് ബോട്ടിന്റെ സ്റ്റാർട്ടിങ് പോയിന്റ്, ഫിനിഷിങ് പോയിന്റ് എല്ലാം. ഓക്കെ, ഇപ്പൊ രാത്രി ആയതുകൊണ്ട് നമ്മളിപ്പം വേണ്ടാന്ന് തീരുമാനിച്ചത്. ഓൾറെഡി നമ്മളൊരു ബോട്ട് കയറിയല്ല. എന്താ ഇത്ര ആൾക്കാരെ നോക്കിയട്ടെ, എന്നാ രസമല്ലേ കാണാൻ വേണ്ടിട്ട്. അപ്പൊ പൊന്നു തരുന്നില്ല, പൊന്നുന് അങ്ങനെ ചിയക്ക് ഐസ്ക്രീം വാങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഇത് ചിയേൻ്റെ ഐസ്ക്രീമാണ് ആക്ച്വലി, പക്ഷെ ഈ പഠിക്കുന്നത് ഏച്ചിയോ ഇവന് വന്നു. ഏച്ചിക്ക് തിന്നാനല്ല ഇത്. ഓക്കെ, ഡാമെന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം പ്ലാൻ ചെയ്യുമ്പോൾ നമുക്ക് രാവിലെ ഇങ്ങോട്ട് വരുന്നതായിരിക്കും. അത് നമ്മളെന്തായാലും അച്ചു വിളിച്ചിട്ട് പ്രത്യേകിച്ച് നമ്മൾ കണ്ടു. ബോട്ടിംഗ് പോയി, ട്രക്കിങ് പോയി, ഇതും കൂടി അടിച്ചു പൊളിച്ചു. ഒരു പറ്റൊക്കെ പോകുന്ന വഴിക്ക് നമ്മൾ കയറും, എന്നിട്ട് അതുവഴി പോകും, എന്നാൽ നാട് പിടിക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയിൽ பார்க்கலாம்.